നമ്മളൊന്ന് നേരെ വയനാട്ടിലേക്കോട്ടോ പോകുന്നത്, നമ്മുടെ കസിൻ്റെ വീട്ടിലേക്കോട്ടോ പോകുന്നത്. പോകുന്ന വഴി നല്ല ബ്ലോക്ക്. അത് വേറെ ഒന്നും അല്ലായിരുന്നു, വണ്ടി ഇടിച്ചായിരുന്നേ. അപ്പോൾ അത് കണ്ടപ്പോഴേ വീട്ടുകാർ ഇനി മെല്ലെയൊക്കെ പോയാൽ നോക്കി കണ്ട് പോയാൽ മതിയെന്നേ. അപ്പോൾ നമ്മൾ ലൊക്കേഷൻ എത്തി കഴിഞ്ഞിട്ട് ഞാൻ വീടിൻ്റെ പുറമൊക്കെ ഉണ്ടാക്കാമെന്ന് ഓർത്ത് പുറത്തിറങ്ങി. സത്യം പറഞ്ഞാൽ ഞാൻ ഫോണൊക്കെ ചെയ്തങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മതിലിൻ്റെ മുകളിൽ ഇവൻ ഇരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇവനെ ഞാൻ കണ്ട്, ഞാൻ ആ പോസ്റ്റിൻ്റെ സൈഡ് വരെ പോയി. ആശാനെ കണ്ടപ്പോഴും ഞാനങ്ങ് ഞെട്ടിപ്പോയി കേട്ടോ. പക്ഷേ ആശാൻ ഞെട്ടിയൊന്നുമില്ല. പിന്നെയാണ് എനിക്ക് മനസ്സിലായി ഇവന്മാർ വലിയ അപകടകാരികളൊന്നും അല്ല. അപ്പോൾ ഞാൻ ആശാൻ്റെ പുറകെ കുറച്ച് നേരം പോയി. അപ്പോൾ ഒരാളൊന്നും അല്ല കേട്ടോ, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, അപ്പുറത്തൊക്കെ ഉണ്ട്, ഫാമിലി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വീടും ഇവിടെ സ്ഥലമൊക്കെ കാണാൻ നല്ല രസമല്ലേ, ഇവിടെയൊക്കെ നിറച്ച് പൂക്കൾ. ഏതായാലും എനിക്ക് ആ സ്ഥലമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല നല്ല സ്ഥലം കേട്ടോ, നല്ല തണുപ്പും വലിയ ചൂടൊന്നുമില്ല. ആവശ്യത്തിന് കുരങ്ങന്മാർ, ഇവന്മാരെ കൊണ്ട് ശല്യം. സത്യം പറഞ്ഞാൽ നമ്മൾ ഇവന്മാരെ വല്ലപ്പോഴും കാണുന്നതുകൊണ്ട് നമുക്കിത് ഭയങ്കര കൗതുകമായിരുന്നു. പക്ഷേ ഇവർക്ക് ആ വീട്ടുകാർക്ക് സത്യം പറഞ്ഞാൽ ശല്യം കേട്ടോ ഇവന്മാരെ കൊണ്ട്. ഏതായാലും ആശാൻ്റെ വീടിൻ്റെ അവിടെ നിന്നുള്ള ലൊക്കേഷനൊക്കെ നല്ല രസം കേട്ടോ. നല്ലൊരു ഏരിയയിലാണ് വീട്ടിരിക്കുന്നത്. അവിടെ നേരെ നമ്മൾ ഇറങ്ങി നമ്മുടെ വേറൊരു കസിനുണ്ട്. അപ്പം വന്ന വഴിക്ക് എല്ലാവരും കണ്ടിട്ട് പോയേക്കാലോ എന്ന് ഓർത്ത് വേറൊരു കസിൻ്റെ വീട്ടിലെത്തി. ഇത് അവരുടെ വീടാണ് കേട്ടോ. ഇവരുടെ വീട് നല്ലൊരു ലൊക്കേഷൻ, ഒരു മലയുടെ മുകളിലോട്ടോ ഈ വീടിരിക്കുന്നത്. ഇവിടെ നിന്ന് താഴേക്ക് നോക്കി കഴിഞ്ഞാൽ നല്ല രസമാണ്, ഒരു ഏരിയ ഫുള്ള് നമുക്ക് കാണാൻ പറ്റും. ഏതായാലും നല്ല പ്രൈം ലൊക്കേഷനില്ല വീടിരിക്കുന്നത്. കുറച്ചൊക്കെ കയറി വരണം, പക്ഷേ എന്നാലും മൂപ്പര് വീടൊക്കെ ആ കയറി വരുന്ന വഴിയൊക്കെ ടാറൊക്കെ ചെയ്ത് നല്ല സെറ്റപ്പാക്കി. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ്. കുറേ നേരം അതിലില്ലെന്ന് തിരിഞ്ഞ് നടന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഇരുന്ന് കേട്ടോ. വേറെ വീട്ടിലോട്ട് വരുന്ന ഈ വയനാട്ടിൽ വേറെ കൊടുത്തതെന്ന് പറഞ്ഞാൽ എല്ലാ സാധനവും നന്നായിട്ട് ഉണ്ടാകും കേട്ടോ. ഇതൊരു കാപ്പിയാണ്. ഇതുകൊണ്ട് ഒരു കുരുമുളക് ചെടി ഉണ്ടോ, ഫുള്ള് കുരുമുളക് എത്തിയാലും എന്തേരം കുരുമുളകാന്ന് നോക്കി. അതിലൊന്നും റോസ കാണിച്ചു തരാം കേട്ടോ. കേട്ടോ എന്നെ മുഴുപ്പാന്ന് നോക്കി റോസയ്ക്ക്. ഈ വയനാട്ടിൽ മാത്രമേ ഞാൻ അത് കണ്ടിട്ടുള്ളൂ. അല്ല വയനാട്ടിൽ സത്യം പറഞ്ഞാൽ ഉള്ളവർക്ക് അറിയാം. വയനാട് പൂക്കൾക്കൊക്കെ നല്ല വലിപ്പമുണ്ട്, നല്ല നിറമുണ്ട്. പിന്നെ ഇവിടെ നല്ല മുഴുത്ത പൂക്കളും വരുന്ന വഴിക്കൊക്കെ ആണെങ്കിലും മൊത്തം കടലാസ് പുഷ്പവും അതിൻ്റെ സീസൺ ആയതുകൊണ്ട് പല കളറിൽ നല്ല നല്ല രസം കിട്ടിയല്ലേ വണ്ടി ഓടിച്ചിങ്ങനെ വരുന്നത്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങി ഇനിയിപ്പം നേരെ വീട്ടിലേക്കാണ്. ഇനിയിപ്പോൾ ഇന്നത്തെ തെണ്ടലൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക്. ഇത് അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന വഴിയാണ്. ഒരു ടാറൊക്കെ ചെയ്ത് നല്ല സെറ്റപ്പാക്കി. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഒന്നും നോക്കിയില്ല, നേരെ ചെറുതിൽ പണ്ട് ആന ഇറങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആന ഉണ്ടാവില്ലെന്ന് വിചാരിച്ച് നേരെ വിട്ടു. ഏതായാലും ആനയൊന്നും ഉണ്ടായതില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ശരി.